നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. മാലിക ഏതു വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറ്. മാലിക ഏതു വിളയുടെ സങ്കര ഇനമാണെന്ന് ചോദിച്ചാൽ അത് പയറിന്റെ സങ്കര വിള ഇനമാണ് മാലിക. പയറിന്റെ പ്രധാന സങ്കര ഇനങ്ങൾ പഠിക്കുക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതിൽ മാലിക മാത്രം PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ചതാണ്. പഠിക്കുക. മാലിക ഏത് വിളയുടെ സങ്കര ഇനമാണെന്ന് ചോദിച്ചാൽ അത് പയറിന്റെ സങ്കര ഇനമാണ്. പയറിന്റെ പ്രധാന സങ്കര ഇനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് 3 തവണ നിങ്ങൾ ഇത് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലിരുന്നുകൊള്ളും. കോഡ് ഇത്രയേ ഉള്ളൂ. ലോലയായ ഭാഗ്യജ്യോതി പയർ കൊണ്ട് മാലയുണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ലോലയായ ഭാഗ്യജ്യോതി പയർ കൊണ്ട് മാലയുണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ലോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോല തന്നെയാണ്. ഭാഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി. ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിക. പയർ എന്ന് പറഞ്ഞാൽ പയർ തന്നെയാണ്. മാലയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ മാലിക. മാലയുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിക. പഠിക്കുക, ഈസിയാണ്. ലോലയായ ഭാഗ്യജ്യോതി പയർ കൊണ്ട് മാലയുണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. പയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സങ്കര ഇനവും നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ലോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോല തന്നെയാണ്. ഭാഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി. ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിക. പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ തന്നെയാണ്. മാലയുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലികയാണ്. പഠിക്കുക. ഇനി സ്ഥിരം LGS LDC LP UP ലെവൽ മേഖലയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കാർഷിക വിപ്ലവങ്ങൾ. കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പഠിച്ചു വെക്കണം. അതിൽ PSC ചോദിച്ചത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന മേഖലയിലെ. ഹരിത വിപ്ലവം എവിടെയാ വന്നത്? കാർഷിക ഉൽപാദന മേഖലയിലാണ് ഹരിത വിപ്ലവം വന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ് എന്നൊക്കെ നമുക്കറിയാം. അടുത്തതാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. പാൽ ഉൽപാദനത്തിന്റെ മുന്നേറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. നീല വിപ്ലവം എന്നറിയപ്പെടുന്നത് മത്സ്യ ഉൽപാദനം. മത്സ്യം എവിടെയാണ് കിടക്കുന്നത്? കടലിലെ. കടലിന്റെ നിറം എന്താണ്? നീലയാണ്. അപ്പോ നീല വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്? മത്സ്യ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത് എണ്ണക്കുരു ഉൽപാദനമാണ്. എണ്ണക്കുരു ഉൽപാദനം അല്ലെങ്കിൽ എണ്ണയുടെ ഉൽപാദനത്തിനെയാണ് മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത്. എണ്ണയുടെ നിറം എന്തായിരിക്കും? ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും അല്ലെ? അതുകൊണ്ടാണ് മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത് എണ്ണക്കുരു ഉൽപാദനം. ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം. മറക്കരുത്, ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട സാധനങ്ങൾ 2 PSC ചോദിച്ചിട്ടുണ്ട്. രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം. ഒന്നുകൂടി പറയുവാണ്, ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനം. സിൽവർ ഫൈബർ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരുത്തി ഉൽപാദനമാണ്. എന്താണ്? സിൽവർ ഫൈബർ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരുത്തിയുടെ ഉൽപാദനമാണ്. സിൽവർ ഫൈബർ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തിയുടെ ഉൽപാദനമാണ്. അതുപോലെ PSC ചോദിച്ചതാണ് മഴവിൽ വിപ്ലവം. എന്താണ് മഴവിൽ വിപ്ലവം എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദന വളർച്ചയാണ് മഴവിൽ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലെ മൊത്തമായ ഉൽപാദനത്തിനെയാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. ഗ്രേ വിപ്ലവം ചോദിച്ചിട്ടുണ്ട്. ഗ്രേ വിപ്ലവവും ബ്രൗൺ വിപ്ലവവും ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിപ്പോകുന്നതാണ്. കൃത്യമായിട്ട് തന്നെ മാറ്റി പഠിക്കുക. ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനമാണെങ്കിൽ ഗ്രേ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളങ്ങളുടെയും ഭവന നിർമ്മാണത്തിന്റെയും ഉൽപാദനം. ഭവന നിർമ്മാണത്തിന്റെയും ഉൽപാദനം. ഗ്രേ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഭവനം നിർമ്മിക്കാൻ സിമന്റ് വേണം. സിമന്റിന്റെ നിറം എന്താണ്? ഗ്രേ കളറാണ്. അപ്പൊ ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളങ്ങളുടെയും ഭവന നിർമ്മാണത്തിന്റെയുമാണ് എന്ത്? ഗ്രേ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്.
ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.